നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിങ്ങം 1 കർഷക ദിനം നാടെങ്ങും സമുചിതമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ പതാക താഴ്ത്തിക്കെട്ടുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച ഫാദർ ഷിൻസ് കുടിലിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. വാർത്തകൾ വിശദമായി. ഫാദർ മാത്യു കുടിലിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതിനിടെ കൊടിമരം വൈദ്യുത കമ്പിയിൽ തട്ടിയാണ് ഫാദർ മാത്യു കുടിലിൽ ഷോക്കേറ്റ് മരിച്ചത്. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ വൈകിട്ട് ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതിനിടെ ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള കൊടിമരം ഹൈടെൻഷൻ വൈദ്യുതി കമ്പിയിലേക്ക് മറിഞ്ഞു വീണ് ഷോക്കേറ്റാണ് കാസർഗോഡ് മുള്ളേരിയ ഇൻഫന്റ് ജീസസ് പള്ളി വികാരി എടൂർ സ്വദേശി ഫാദർ മാത്യു കുടിലിൽ എന്ന ഷിൻസ് അഗസ്റ്റിൻ മരിച്ചത്. 1.5 വർഷം മുൻപാണ് ഫാദർ ഷിൻസ് മുള്ളേരിയ പള്ളി വികാരിയായി ചുമതലയേറ്റത്. എടൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 2019 തലശ്ശേരി മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് ചേർന്നു. കോട്ടയം വടവാത്തൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ വൈദ്യശാസ്ത്ര പഠനവും മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കിയ ശേഷം 2020 ഡിസംബർ 28 തിരുപ്പട്ടം സ്വീകരിച്ചാണ് ഇടവക സേവനത്തിനായി ഫാദർ മാത്യു കുടിലിൽ ഇറങ്ങിയത്. ചെമ്പന്തൊട്ടി, നെല്ലിക്കാമ്പൊയിൽ, കുടിയാമല പള്ളികളിൽ സഹ വികാരിയായി ജോലി ചെയ്തു. ശനിയാഴ്ച രാവിലെ 7 മണിയോടെ വീട്ടിലും പിന്നീട് എടൂർ സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷ നടന്നു. നിരവധി പേരാണ് അവസാനമായി ഒരു നോക്കു കാണാൻ വീട്ടിലും ദേവാലയത്തിലുമായി എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി താലൂക്ക് ഓഫീസിന് സമീപത്തെ കെട്ടിടങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ആൽമരം മുറിച്ചു നീക്കി. ഇരട്ടി താലൂക്ക് ഓഫീസിന് സമീപത്തെ കെട്ടിടങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ആൽമരം മുറിച്ചു നീക്കി. പലപ്പോഴായി ആൽമരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണിരുന്നു. ഇത് സമീപത്തെ കെട്ടിടങ്ങൾക്കും ഏറെ ഭീഷണിയായിരുന്നു. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയോരത്താണ് ഈ മരം ഉണ്ടായിരുന്നത്. സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളുടേതുൾപ്പെടെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് അധികൃതർ മരം മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വിളക്കോട് ചെറുവോടിലെ ഇരട്ടക്കൊലപാതകത്തിനിടെ പരിക്കേറ്റ പ്രതി ഷാഹുലിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിനായാണ് ഷാഹുലിനെ കോഴിക്കോട്ടേക്ക് മാറ്റിയത്. കേളകം ബീവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. 23 മദ്യക്കുപ്പി മോഷണം പോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേളകം ബീവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ജനൽ ചില്ല് തകർത്താണ് മദ്യക്കുപ്പികൾ മോഷ്ടിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1:30 സംഭവം. കേളകം പോലീസ് രാത്രികാല പെട്രോളിംഗ് നടത്തുന്നതിനിടെ സംഭവം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ബീവറേജ് ഔട്ട്ലെറ്റ് ജീവനക്കാരെ വിവരം അറിയിച്ചു. ബീവറേജ് ഔട്ട്ലെറ്റ് കെട്ടിടത്തിന്റെ പുറകുവശത്തെ ജനൽ ചില്ല് തകർത്ത ശേഷം കാർബോർഡ് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന റോയൽ ആർമിയുടെ 1/2 ലിറ്ററിന്റെ 23 മദ്യക്കുപ്പികളാണ് മോഷ്ടിച്ചത്. ഇതിനിടയിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 17 മദ്യക്കുപ്പികൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കണ്ണൂർ ബീവറേജ് ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തി. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സംഭവം ഇന്നലെ രാത്രി ഒരു 2:30 മണി സമയത്താണ് പോലീസ് നമ്മളെ വിളിക്കുന്നത്. ഇങ്ങനെ കേളകം ബീവറേജിൻ്റെ പരിസരത്ത് നിന്ന് കുറച്ച് മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വിളിച്ചു വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവനക്കാർ ഇവിടെ എത്തുകയും അപ്പം പരിശോധനയിൽ ഷോപ്പിൻ്റെ പിൻഭാഗത്തെ ജനൽ ചില്ലുകൾ തകർത്തിട്ട് ഒരു 23 ബോട്ടിൽ മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ടതായിട്ട് കാണുകയും ചെയ്തു. ഇന്ന് രാവിലെ നമ്മളെ ഓഡിറ്റ് വിഭാഗം വന്ന് പരിശോധന നടത്തി മദ്യക്കുപ്പികൾ 23 എണ്ണം തന്നെയാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേളകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേളകം പോലീസ് തന്നെയാണ് പട്രോളിങ്ങിൻ്റെ ഇടയിൽ ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ അവരാണ് ഞങ്ങളെ ഈ വിവരം അറിയിക്കുന്നത്. സമീപത്തെ കടകളിലെ CCTV ക്യാമറകൾ മറച്ചുവെച്ച ശേഷമാണ് മോഷണം നടത്തിയത്. ഇതിനിടയിൽ തൊണ്ടിയിൽ സ്വദേശിയായ ജസ്റ്റിൻ ജോസഫ് എന്നയാളുടെ സ്കൂട്ടർ കേളകം ടൗണിൽ ഉപേക്ഷിച്ച നിലയിൽ
പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ചെങ്ങം റോഡിൽ താമസിക്കുന്ന കാരാമയിൽ നോബിളിന്റെ വീടിന്റെ കാർപോർച്ചിൽ നിർത്തിയിട്ട സ്കൂട്ടിയും മോഷണം പോയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന വിവിധ സ്ഥലത്തെ മോഷണങ്ങൾ പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരട്ടി നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണ പരിപാടികൾ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഇരട്ടി നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണ പരിപാടി നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഈ പഞ്ഞമാസങ്ങൾ പണ്ടൊക്കെ പറയുന്ന പോലെ കർക്കിടകത്തിലെ പഞ്ഞമാസം നമുക്ക് ഈ വർഷം വല്ലാത്ത നിലയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഈ വർഷം മഴ ഈ ഒരു കർക്കിടക മാസത്തിൽ പെയ്ത മഴ പോലെ വേറൊരു മാസം നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഇതേപോലെ മഴയില്ലായിരുന്നു. ആ മഴയുടെ ഒരു പ്രയാസം നമ്മൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാതിരുന്നാലും പ്രശ്നമാണ്. പക്ഷെ പെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഇന്നിപ്പോ ചിങ്ങമായപ്പോ വലിയ മഴയില്ല, രാവിലെ ചെന്നൈയിൽ മഴ പെയ്തിട്ടുണ്ട്. വൈസ് ചെയർമാൻ പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ച അളോറ പുരുഷോത്തമൻ, പവിത്രൻ കെ പ്രഭാകരൻ, ബാലകൃഷ്ണൻ, വനിതാ കർഷക ഇ സുപ്രഭ, ക്ഷീരകർഷക ഉഷ, തേനീച്ച കർഷകൻ ബിജു MK, വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് റാഫി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK രവീന്ദ്രൻ, PK പൽക്കീസ്, K സോയ, K സുരേഷ്, TK ഫസീല, കൗൺസിലർമാരായ സീനത്ത്, V ശശി, CK അനിത, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, PP മുഹമ്മദ് മാസ്റ്റർ, പത്മനാഭൻ KP, പ്രശോഭ്, അഷ്റഫ് നടുവനാട്, CVM വിജയൻ, K മുഹമ്മദ് അലി, KP അലി, സുജിത്ത്, കൃഷി ഓഫീസർ ജിതിൻ, K രാജൻ, പഴശ്ശിരാജ ക്ഷീരസംഘം സെക്രട്ടറി അനൂപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നു. പേരാവൂർ റോബിൻസ് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ ആദരിച്ചു. പേരാവൂർ റോബിൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ കർഷക ദിനം ആചരിക്കുന്നു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഈ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നേതൃത്വം നൽകുന്നു. ജനപ്രതിനിധികളും കർഷകരുമെല്ലാം വളരെ ആവേശത്തോടെ പങ്കെടുക്കുകയാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ആഘോഷമായ ഘോഷയാത്രകളും മറ്റ് വിപുലമായ പരിപാടികളും ഇല്ലെങ്കിൽ പോലും ഈ പ്രോഗ്രാമിൻ്റെ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട്, സന്ദേശം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള കർഷകരെ ആദരിക്കുന്നതും ചർച്ചകളും ഉൾപ്പെടെയുള്ള സെമിനാറുകളുമാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് നമ്മൾ കർഷക ദിനാചരണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആറളത്തെ പരിപാടിയിൽ പങ്കെടുത്താണ് വരുന്നതിന് എനിക്ക് കൊട്ടിയൂരിലും പോകണം. ആറളത്തെത്തിയപ്പോൾ ഇന്ന് അവിടെ ഒരു പ്രത്യേകം 3 ആളുകൾ, ഇന്നലെ നമ്മളെല്ലാവരും വേദനയോടെ കേട്ട യുവ വൈദികൻ ദേശീയ പതാക താഴ്ത്തുമ്പോൾ വൈദ്യുതി ആഘാതമേറ്റു മരിച്ച ആ വൈദികൻ്റെ മൃതശരീരം അവിടെ പള്ളിയിലുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെല്ലാവരും അവിടെ പോയി. വേറെയും അവിടെ 2 മരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്. അവിടെയും പരിപാടി ലളിതമായിട്ട് നടക്കുന്നു. വയനാട്ടിൽ വേദന അനുഭവിക്കുന്നവർ, മരണപ്പെട്ടവർ, നാശനഷ്ടങ്ങൾക്ക് വിധേയരായിട്ടുള്ളവർ, അവരോടെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവരെ അനുസ്മരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ രാജ്യം നമുക്കെല്ലാം അറിയാം. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന പോലെ തന്നെ, സാമൂഹ്യപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പോലെ തന്നെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശരത് KV എന്നിവർ കർഷകരെ ആദരിച്ചു. സമ്മിശ്ര കർഷകനായി വിനോദ് തയ്യൽ പുന്നോറാൻ, മുതിർന്ന കർഷകനായി യോഹനാൻ കാലായിൽ, ക്ഷീരകർഷകയായി രമണി N, മുതിർന്ന കർഷക തൊഴിലാളിയായി PK മധു, ജൈവ കർഷകനായി സന്തോഷ് AC,
വനിതാ കർഷകയായി ജലജ കെ, വിദ്യാർത്ഥി കർഷകനായി ആദ്വിക് ദേവ്, പട്ടികജാതി പട്ടികവർഗ കർഷകയായി സജിത AC, യുവ കർഷകനായി മനോജ് കുമാർ PP എന്നിവരെ ആദരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനമായി മലബാർ ട്രെയിനിംഗ് കോളേജ് പേരാവൂരിനും ആദരം ലഭിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതിലത, റീന നാരായണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ശൈലജ ടീച്ചർ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോസ് ആന്റണി, പൂക്കോത്ത് റെജീന സിറാജ്, ബേബി സോജ, പേരാവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാജശ്രീ P, CDS ചെയർപേഴ്സൺ ഷാനി ശശീന്ദ്രൻ, തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സണ്ണി സിറിയാക്, മണത്തന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV പ്രഭാകരൻ, ശശീന്ദ്രൻ, ബാബു ജോസ്, ജോസ് ആക്കൽ, K ജയപ്രകാശ്, സിബി ജോൺ, CP ജോസ്, തറാൽ ഹംസ, MK ഇബ്രാഹിം, ശാന്ത P, കൃഷി അസിസ്റ്റന്റ് രഘു PM എന്നിവർ സംസാരിച്ചു. പിന്നീട് SBIയുടെയും ഫെഡറൽ ബാങ്കിന്റെയും പ്രതിനിധികൾ കാർഷിക ലോൺ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കോളയാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണം നടത്തി. കോളയാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. കോളയാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M റിജിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. കൃഷി ഓഫീസർ ജിസ്ന ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE സുധീഷ് കുമാർ, AT കുഞ്ഞഹമ്മദ്, P ഉമാദേവി, T ജയരാജൻ മാസ്റ്റർ, ശ്രീജ പ്രദീപൻ, KV ജോസഫ്, ശകുന്തള രവീന്ദ്രൻ, പ്രീത ചെറുവളത്ത്, P രവി, MJ പാപ്പച്ചൻ മാസ്റ്റർ, TK രമേശൻ, KT ജോസഫ്, സാജൻ ചെറിയാൻ, സജി മാലത്ത്, C രവീന്ദ്രൻ, ജോർജ് കാനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അമ്മുക്കുട്ടി അമ്മ, വിജയൻ കൊല്ലലാണ്ടി, N പ്രകാശൻ, ആര്യപ്പള്ളി രാജൻ, നാണു നെല്ലിയാടൻ, കൂവച്ചേരി വാസു, CK പുരുഷു, തങ്കച്ചൻ കടത്തിക്കുടി, TM മാത്യു, മോൻസി KC, ഇസ്മയിൽ ഒതയോത്ത്, P ശൈലജ, കുഞ്ഞിക്കണ്ണൻ നെല്ലിക്ക, അന്നക്കുട്ടി പാലാഴി, അമൃത്, സുനിൽ തുടങ്ങിയ കർഷകരെയാണ് ആദരിച്ചത്. കൃഷി അസിസ്റ്റന്റ് M വിപിൻ നന്ദിയും പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും കണിച്ചാർ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചിങ്ങം 1 കർഷക ദിനാചരണം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ധാരാളം കർഷകർ ഇപ്പോൾ അവരുടെ വാഴയും ചേമ്പും മറ്റ് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും പന്നികൾ കൊണ്ട് തകർക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മിക്കവാറും ഉണ്ടാകുന്ന 5-ാം വാർഡിൽ നെല്ലിക്കുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് മിക്കവാറും ഈ മയിലുകൾ ധാരാളം ഉണ്ടാകും. മയിലുകൾ കൃഷി നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ ധാരാളമായി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പന്നികളുടെ ശല്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിഫ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അവരുടെ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ടീം ഇവിടെ പന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നടത്താമെന്ന് പറയുന്നത്. നമുക്ക് അവരുടെ പട്ടികളടക്കമുള്ള ടീമാണ് വരിക. അപ്പോൾ അത് അവരുടെ സമയം അറിയിക്കുക, ആ സമയത്ത് ഇവർ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ വരുന്ന സമയത്തിന് ഈ പന്നികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പന്നികളെ നശിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ആപ്പാടെ കിട്ടിയത് 3 പന്നികളെ മാത്രമാണ്. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാതൃകാ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. കർഷകർക്ക് ഉപഹാരങ്ങളും സമർപ്പിച്ചു. കണിച്ചാർ കൃഷി ഓഫീസർ ബെഞ്ചി ഡാനിയൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി ഗീത, ജൂബിലി ചാക്കോ, മൈഥിലി രമണൻ, ജിമ്മി അബ്രഹാം, ജോജൻ എടത്താഴെ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും കർഷകരും ചടങ്ങിൽ പങ്കാളികളായി. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം ഗ്രാമപഞ്ചായത്ത്, കേളകം കൃഷിഭവൻ, കുടുംബശ്രീ, വിവിധ ബാങ്കുകൾ, ക്ഷീരസംഘങ്ങൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേളകം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, കുടുംബശ്രീ, സഹകരണ ദേശസൽകൃത ബാങ്കുകൾ, ക്ഷീരസംഘങ്ങൾ, കേളകം ഗ്രാമപഞ്ചായത്ത് പൊതുസമൂഹത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം സംഘടിപ്പിച്ചു. കേളകം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. ദിനാഘോഷം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2 വർഷവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷക ദിനാഘോഷങ്ങളായിട്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഈ ചടങ്ങ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഭംഗിയായി തന്നെ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന്
കൊല്ലവർഷം 1200 ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് മലയാള വർഷം കടക്കുന്ന ദിവസം കൂടിയാണ്. കർഷകരിൽ പുതിയ പ്രതീക്ഷ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരെ ആദരിക്കാനുള്ള ഒരു ദിവസം എന്നുള്ള നിലയിലാണ് നമ്മൾ എല്ലാ വർഷവും കർഷക ദിനം ആഘോഷിച്ചു വരുന്നത്. എന്നാൽ ഇത്തവണത്തെ നമ്മുടെ ആഘോഷ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ കൂടി കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. കർഷകർ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്, നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്. വരുമാനമില്ലെങ്കിലും അവരുടെ ആയുസ് മുഴുവൻ കൃഷിക്കും നാടിനും വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കർഷക ദിനം ആഘോഷിക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ കൂടി ഏറ്റെടുക്കത്തക്ക നിലയിൽ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ കൂടി നടത്തേണ്ട സമയമാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ഗീത മികച്ച കർഷകരെ ആദരിച്ചു. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രഭാത് പി ജി, ക്ഷമിക്കുക, ടീച്ചറെ കൈയ്യുണ്ട്, സുധീർ ബാബു. തുടർന്ന് മികച്ച തേനീച്ച കർഷകൻ ആയിട്ട് ജില്ലാതലത്തിലും കളരി രംഗത്തൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പൗത്രൻ ഗുരുക്കളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി മാഡം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി ചാക്കോ ഉപഹാര സമർപ്പണം നടത്തി. വ്യത്യസ്ത ബാങ്കുകളാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളവരുടെ നന്ദി. കൃഷി ഓഫീസർ കെ ജി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മൈഥിലി രമണൻ, മേരിക്കുട്ടി കഞ്ഞിക്കുഴി, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോമസ് പുളിക്കക്കണ്ടം, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ, CDS ചെയർപേഴ്സൺ മോളി തങ്കച്ചൻ, ഗ്രാമീൺ ബാങ്ക് സീനിയർ മാനേജർ AJ ജോസഫ്, ഫെഡറൽ ബാങ്ക് സീനിയർ മാനേജർ മജീഷ് മാധവൻ, പഞ്ചായത്ത് അംഗം ജോണി പാമ്പാടി, കാനറ ബാങ്ക് മാനേജർ KB വിജിൻ, SBI ബാങ്ക് മാനേജർ ഷാൻഡോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ 13 വാർഡുകളിൽ നിന്നായി 13 കർഷകരെയും ആദരിച്ചു. മുതിർന്ന കർഷക തൊഴിലാളിയായ ചെറിയാൻ ഈരയിൽ, മികച്ച തേനീച്ച കർഷകൻ PG പ്രഭാത്, മികച്ച ക്ഷീര കർഷകൻ സുധീർ ബാബു പോണിച്ചേരി എന്നിവരെയും പരിസ്ഥിതി പ്രവർത്തനത്തിലും കളരി പരിശീലന രംഗത്തും പ്രവർത്തിച്ചു വരുന്ന പവിത്രൻ ഗുരുക്കളെയും ചടങ്ങിൽ ആദരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേരളം. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത്, കൊട്ടിയൂർ സർവീസ് സഹകരണ ബാങ്ക്, വിവിധ ക്ഷീര സംഘങ്ങൾ, വിവിധ കർഷക സംഘടനകൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത്, കൊട്ടിയൂർ സർവീസ് സഹകരണ ബാങ്ക്, വിവിധ ക്ഷീര സംഘങ്ങൾ, വിവിധ കർഷക സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പേരാവൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അതിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തരണം ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കണം. വയനാട്ടിലെ വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്രാവശ്യത്തെ ഈ കാർഷിക ദിനാചരണം വലിയൊരു ഒഴുക്കിലല്ല, മേളയിലല്ല, പക്ഷെ അതിന്റെ അർത്ഥതലങ്ങൾ ഉദ്ദേശം നിലനിർത്തിക്കൊണ്ടാണ്, അതിന്റെ സ്പിരിറ്റ് സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് ക്ഷീര സംഘങ്ങൾ ഉൾപ്പെടെ കർഷകരുടേതായ കൂട്ടായ്മയും ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പടാകം അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ആൻസ അഗസ്റ്റ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പൻതുരുത്തിയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇന്ദിര ശ്രീധരൻ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പൊട്ടയിൽ, പഞ്ചായത്ത് അംഗം PC തോമസ്, പേരാവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P രാജശ്രീ, പഞ്ചായത്ത് സെക്രട്ടറി സത്യൻ, CDS ചെയർപേഴ്സൺ ബീന പുതുശ്ശേരി, ADC പ്രതിനിധി തങ്കപ്പൻ മാസ്റ്റർ, ക്ഷീരസംഘം പ്രതിനിധി അഗസ്റ്റൻ വടക്കയിൽ, കൃഷി അസിസ്റ്റന്റ് KV റെജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സണ്ണി ജോസഫ് MLA കർഷകരെ ആദരിച്ചു. പഞ്ചായത്തിലെ 14 വാർഡുകളിൽ നിന്നായി 14 കർഷകരെയാണ് ആദരിച്ചത്. പഞ്ചായത്ത് തലത്തിലെ മികച്ച കർഷകരായ തോമസ് വിളയാനിക്കൽ, ജോയ് മണലേൽ പടിക്കൽ, അന്ന ഞാറക്കൽ, രവി എടാൻ,
റോയ് പൊട്ടനാനിക്കൽ, പ്രേമലത മേമുട്ടത്ത്, മാസ്റ്റർ അനൂപ് അനീഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി സെൻട്രൽ ലീജിയന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു. പെരാവൂർ കൃഷി ഓഫീസർ സാന്ദ്ര ഉദ്ഘാടനം ചെയ്തു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുരിങ്ങോടി ലീജിയൻ കർഷക ദിനത്തിൽ കർഷകരെ ആദരിച്ചു. മുരിങ്ങോടി വെങ്കടേശ്വര ഹാളിൽ നടന്ന യോഗത്തിൽ കൃഷി ഓഫീസർ സാന്ദ്ര, ജോസ് കളരിക്കൽ, ചന്ദ്രൻ ആര്യപ്പള്ളി എന്നിവരെ ഷാൾ അണിയിച്ചു ആദരിച്ചു. മുരിങ്ങോടി ലീജിയൻ പ്രസിഡന്റ് ബാബു ജോസ് അധ്യക്ഷത വഹിച്ചു. സി സുഭാഷ്, മനോജ് താഴേപ്പുര, UK വർക്കി, PV ചന്ദ്രബോസ്, അരവിന്ദൻ, KK ശശി, ജയൻ, സാലി വർക്കി, സൗദാമിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിലേക്ക് സീനിയർ ചേംബർ നൽകുന്ന ഭവന നിർമ്മാണത്തിലേക്ക് ആര്യപ്പള്ളി ചന്ദ്രൻ കൊച്ചുമകൾ സമ്പാദിച്ച കുടുക്കയിലെ 1100 രൂപ ലീജിയനിലേക്ക് സംഭാവന നൽകി. ആളുകളെ ആദരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് രാവിലെ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ കൃഷിഭവന്റെ കീഴിലും അതുപോലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിക്കുകയുണ്ടായി. സീനിയർ ചേംബറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങളിവിടെ ആദരിക്കുന്നത് ഞങ്ങളുടെ തന്നെ 2 മെമ്പർമാരെയാണ്. ഈ 2 മെമ്പർമാർ കാർഷിക മേഖലയിലെ അവരർപ്പിച്ചിട്ടുള്ള സേവനങ്ങൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ അവർ ഈ രാജ്യത്തിന് വേണ്ടിയും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും കൃഷിയോട് അവർ കാണിക്കുന്ന താല്പര്യങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത അവരിൽ 2 പേരിൽ ഞങ്ങളെ കണ്ടു എന്നതാണ് ഈ ദിവസം തന്നെ അവരെ ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ കർഷക ദിനാചരണവും രാമായണ മാസാചരണ സമാപന ചടങ്ങും സംഘടിപ്പിച്ചു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോണി ആമക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ കർഷക ദിനാചരണവും രാമായണ മാസാചരണ സമാപന ചടങ്ങും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോണി ആമക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV ജിമ്മി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ മികച്ച കുട്ടി കർഷകയായ MB അനിത്യയെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ ഹെഡ് മിസസ് S സുമിത, സയൻസ് ക്ലബ്ബ് കൺവീനർ KC ശ്രീജ, സംസ്കൃതം ക്ലബ്ബ് കൺവീനർ KB ഉമ എന്നിവർ സംസാരിച്ചു. രാമായണ കിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചെട്ടിയാംപറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ പ്രസംഗ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. പ്രശസ്ത ട്രെയിനറും എഴുത്തുകാരനും നാഷണൽ അവാർഡ് ജേതാവുമായ സജീവ് മറ്റത്തിനാനിക്കൽ കുട്ടികൾക്ക് പ്രസംഗ പരിശീലനം നൽകി. ചെട്ടിയാംപറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ പ്രസംഗ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. അധ്യാപക രക്ഷകർത്ത സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കിയുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രസംഗ പരിശീലന ശില്പശാലയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. പ്രശസ്ത ട്രെയിനറും എഴുത്തുകാരനും നാഷണൽ അവാർഡ് ജേതാവുമായ സജീവ് മറ്റത്തിനാനിക്കൽ കുട്ടികൾക്ക് പ്രസംഗ പരിശീലനം നൽകി. ഹെഡ്മാസ്റ്റർ ഗിരീഷ്, PTA പ്രസിഡന്റ് ഷാജി ജോർജ്, സീനിയർ അധ്യാപിക PV വിജയശ്രീ എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഞങ്ങൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് മുഴക്കുന്ന് മൃദംഗശീലി ശ്രീ ക്ഷേത്ര മേൽശാന്തി കൃഷ്ണദാസ് ഒരു ദിവസത്തെ നടവരവ് നൽകി. ഞങ്ങൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്ര മേൽശാന്തി കൃഷ്ണദാസ് ഒരു ദിവസത്തെ നടവരവ് നൽകി. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഏറ്റുവാങ്ങി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ദുരിതം ഉണ്ടായ സമയത്ത് നമ്മളാൽ ഇവിടെ നിന്ന് ഓടിയിട്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണല്ലോ. അപ്പോൾ നമ്മളടുത്ത് എത്തുന്ന സഹായം അഭ്യർത്ഥിക്കുന്ന ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന വിധം ഇന്ന് നമ്മൾ ഒരു ദിവസത്തെ നടവരവ് അമ്മയുടെ അടുത്ത് കിട്ടിയത് പല ആൾക്കാർ കൊണ്ട് തന്നാണ്. നമുക്ക് ഭക്തിപൂർവ്വം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ നല്ല ഭക്തിയോട് കൂടി തന്നെ അത് മറ്റുള്ളവർ ഏൽപ്പിക്കുന്നു. ഈ വയനാടുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തം, ആ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഒറ്റ മനസ്സോട് കൂടിയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. DYFI എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്ന നിലയിൽ അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ നാട്ടിൻ്റെ നാനാവിഭാഗം ആളുകളും എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് അതിന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായിട്ടുള്ള മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയിട്ടുള്ള നടവരവ് തന്നെ ഞങ്ങളുടെ ഈ വീട് നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി തന്നു എന്നത് വളരെയേറെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് അദ്ദേഹത്തോടുള്ള നന്ദി DYFI സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. ബ്ലോക്ക് സെക്രട്ടറി രഘുലാഷ്, പ്രസിഡന്റ് കാരായി ശ്രീജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം
MS അമൽ, മുഴക്കുന്ന് മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ നിഖിലേഷ്, മിഥുൻ, സജിൽ, ജിഗേഷ്, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരിന്റെയും കോളയാട് ഗ്രാമപഞ്ചായത്ത് ശിശുമിത്ര ബഡ് സ്പെഷ്യൽ സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ ബഡ്സ് ഡേ ആചരിച്ചു. ബഡ്സ് ഡേയോടനുബന്ധിച്ച് കോളയാട് ഗ്രാമപഞ്ചായത്ത് ശിശുമിത്ര ബഡ് സ്പെഷ്യൽ സ്കൂൾ ബഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുരേഷ് P അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റോഷ്നി NT, കോളയാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയരാജൻ മാസ്റ്റർ, CDS ചെയർപേഴ്സൺ ശകുന്തള C, ആസൂത്രണ സമിതി അംഗം KP സുരേഷ് കുമാർ, കോളയാട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇബ്രാഹിം K, സ്റ്റാഫ് സെക്രട്ടറി സുജാത K എന്നിവർ സംസാരിച്ചു. കൗൺസിലർ പ്രദീപൻ മാലോത്ത് രക്ഷാകർതൃ ബോധവൽക്കരണ സെമിനാർ നടത്തി. എനിക്കിന്താ വാങ്ങി തന്നാലെന്നാ, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ലല്ലോ നമ്മൾ വരേണ്ടത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് രക്ഷാകർത്താക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വീടുകളിൽ മാത്രം ഇരിക്കാതെ ഇവരെ സ്കൂളുകളിലും മറ്റു കാര്യങ്ങൾ, കാരണം നമ്മൾ ഇവർക്ക് വേണ്ടി ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളുടെ ഭാഗത്താണ് ഉണ്ടാവണ്ടേ, അല്ലേ? നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും ഇതേപോലെ അല്ലേ. മാത്യൂസ് വൈത്തിരിയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഇരട്ടി ഫെഡ് ഫാം ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു. പ്രസിഡന്റ് ജോസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഇരട്ടി ഫെഡ് ഫാം ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു. പ്രസിഡന്റ് ജോസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫെഡറൽ ബാങ്ക് സീനിയർ മാനേജർ രാജേഷ്, അസിസ്റ്റന്റ് മാനേജർ അർജുൻ, ഡോക്ടർ ദേവദാസ്, ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ, കൃഷി ഓഫീസർ ജിതിൻ, ബാബു ജോസഫ്, ജോജി അഗസ്റ്റിൻ, സെക്രട്ടറി MP ജോസഫ്, സ്കറിയാപ്പാറയിൽ, CB വാഴക്കാല, ജോണി യോയാക്ക് എന്നിവർ സംസാരിച്ചു. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ പഠിക്കും. എല്ലാവരും 7ാം ക്ലാസ് പഠിത്തം നിർത്തിയാണ് ചിലപ്പോൾ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ അടിക്കപ്പടി പശുക്കളെ നോക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ അമ്മ മറ്റേ പാൽ സൊസൈറ്റിയിൽ പെൻഷൻ വാങ്ങിക്കുന്നു. ഞാനും വലിയ സന്തോഷം. അപ്പോൾ നമ്മുടെ ഓരോ സാഹചര്യം നമ്മൾ ഓരോ ജോലിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഏത് ജോലിയായാലും ആത്മാർത്ഥം ചെയ്യാം. വളരെ ചെറിയ കാലത്ത് തന്നെ നേച്ചർ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നു. കാരണം സാങ്ച്വറി നേച്ചർ ക്ലബ്ബ് സൈലന്റ് വാലിയിൽ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ അട്ടപ്പാടി, സാരംഗ്, അങ്ങനെ പല സ്ഥലത്ത് നമ്മൾ ടൂർ പോകാറുണ്ട്. അന്ന് നേച്ചർ ക്ലബിൻ്റെ ടൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. പലരും അതിന് പോകാൻ മടിക്കും. കാരണം ഭക്ഷണത്തിൻ്റെ പ്രശ്നം, പല രീതിയിലെ വിശ്രമത്തിൻ്റെ പ്രശ്നം, അങ്ങനെ പലതും വരും. സാഹസികമാണ് കുറച്ച്. പക്ഷെ എന്നാലും നമുക്ക് അതിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരനുഭവം തന്നെയാണ്. അപ്പോൾ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാര്യയും മറ്റു കൂട്ടുകാരെല്ലാവരും നന്നായി നടന്നു. അപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം എനിക്ക് ഇഷ്ടംപോലെ അവസരം ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. എൻട്രൻസ് കോച്ചിനൊക്കെ വലിയ തുകയാണ് ഓഫർ ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് പോയിട്ടില്ല. എനിക്കൊരു മണിക്കൂറിന് തന്നെ നല്ല പൈസ കിട്ടും. പക്ഷേ എന്നെ വളർത്തി എൻ്റെ നാടാണ്, എൻ്റെ കയ്യിൽ തലമുറൊക്കെ ഇപ്പം കാണാം. കർഷകരായ ജോജി ജേക്കബ്, ദേവസ്യതുരത്തേൽ, ഡോക്ടർ ദേവദാസ്, കുട്ടിക്കർഷകൻ ഫെൽവിൻ വിനോദ് എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കർഷക ദിനത്തിൽ ചുങ്കക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിൽ പച്ചക്കറി തോട്ടം ഒരുക്കിയും കർഷകനെ ആദരിച്ചും വിദ്യാർത്ഥികൾ. കർഷക ദിനമായ ചിങ്ങം 1 സ്കൂളിൽ പച്ചക്കറിത്തോട്ടമൊരുക്കിയും കർഷകനെ ആദരിച്ചും ചുങ്കക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം കർഷകനായ രാജൻ പൊലിയേരുകുടിയിൽ നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ ER വിജയൻ പൊന്നാട അണിയിച്ച് കർഷകനെ ആദരിച്ചു. അധ്യാപകരായ KV ഷാവു, NJ സജിഷ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ അന്യ ജില്ലയിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്താണ് കൊണ്ടിരുന്നത്. നമ്മൾ മടിയന്മാരാണ്. കർഷക ദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ കൃഷിയെ കൈയേർത്ത് പിടിക്കണം. എല്ലാ സഹായങ്ങളും കൃഷി വകുപ്പും ഗവൺമെന്റും എല്ലാം ചെയ്യുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. ചന്ദനക്കാംപാറയിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്ത് കാർഷിക മേഖലയിലേക്ക് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കടന്നുവരവ് അങ്ങേയറ്റം കുറവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പണ്ട് സുലഭമായി നെൽകൃഷിയൊക്കെ നമ്മുടെ നാടിലുണ്ടായിരുന്നു.
ഇപ്പോൾ ഒന്നാം വിള ഏതാണ്ട് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ് നമ്മുടെ വയലുകളുള്ളത്. ആകെ രണ്ടാം വിള മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ഈ പ്രദേശങ്ങളിലൊക്കെ രണ്ടാം വിളയാണ് വരുന്നത്. മൂന്നാം വിളയെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയില്ല. അപ്പോൾ കാർഷിക മേഖലയിൽ നിന്നും, പ്രത്യേകിച്ച് കൃഷിഭൂമിയിൽ നിന്നും, നെൽകൃഷിയിൽ നിന്നും, മറ്റു പല കൃഷിയിൽ നിന്നും പതിയെ പതിയെ മലയാളികൾ പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മുഴക്കുന്ന് മൃദംഗശീലി ശ്രീ ക്ഷേത്രത്തിൽ 2.42 കോടിയുടെ നടപ്പന്തൽ നിർമ്മാണ ശിലാസ്ഥാപനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി നിർവഹിച്ചു. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ 2.42 കോടി രൂപയുടെ നടപ്പന്തൽ നിർമ്മാണ ശിലാസ്ഥാപനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി നിർവഹിച്ചു. പ്രസിദ്ധമായ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്താകെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച, ഏറെ ഭക്തർ താല്പര്യത്തോടുകൂടി വരുന്ന ഒരു ക്ഷേത്രമായി മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം മാറിയിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി വരുന്ന ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇന്ന് ലക്ഷ്യമിടുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒരു മഹാക്ഷേത്രമായി മൃദംഗശൈലേശ്വരി ക്ഷേത്രം മാറാൻ പോവുകയാണ് എന്ന സന്തോഷം നിങ്ങളുടെ മുമ്പാകെ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു. നമ്മുടെ കൊടിമര പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള, കൊടിമരത്തിന് വേണ്ടിയുള്ള മരം ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അത് കൊടിമരമാക്കി മാറ്റി അടുത്ത ഉത്സവത്തിന്റെ മുൻപ് കൊടിമര പ്രതിഷ്ഠ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിൽ ഉള്ള എല്ലാ വിശേഷ ചടങ്ങുകളും മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെയും ഭാഗമായി മാറാൻ പോവുകയാണ്. 3 നേരവും ശീവേലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ.കെ. മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജു, മലബാർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.ടി. വിജയ്, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. ബിന്ദു, എക്സിക്യൂട്ടീവ് ഓഫീസർ എം. മനോഹരൻ, പി.കെ. മധുസൂദനൻ, കെ. ജനാർദ്ദനൻ, എൻ. ഷാജി, ടി.കെ. സുനി, കെ. രാജീവൻ, ടി. രഘുനാഥ്, കെ. രാമചന്ദ്രൻ, പൊന്നമ്മ കുഞ്ഞമ്മ, പി. ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി പായം പഞ്ചായത്തിൽ കർഷകരെ ആദരിച്ചു. പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി പായം ഗ്രാമപഞ്ചായത്തിൽ കർഷകരെ ആദരിച്ചു. പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം പറഞ്ഞിട്ടുള്ള ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ വളരെ വിശദമായി സംസ്ഥാന ഗവൺമെന്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വെറുതെ പദ്ധതിയുടെ പ്രഖ്യാപനമല്ല, പദ്ധതിയുടെ നടത്തിപ്പ് എങ്ങനെ എന്ന് കൃത്യമായി ആളുകൾക്ക് അനുഭവവേദ്യമായുള്ള നിലയിൽ ചെയ്യുന്ന പ്രവർത്തനമാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടന്നു വരുന്നത്. അപ്പോൾ പശ്ചാത്തല മേഖലയിൽ, കൃഷി മേഖലയിൽ, കൃഷി അനുബന്ധ മേഖലയിൽ, ക്ഷീര മേഖലയിൽ, പുതിയ മത്സ്യ കർഷക മേഖലയിൽ എല്ലാം പുതിയ തൊഴിൽ സാധ്യതകളും അതോടൊപ്പം ഇതെല്ലാം വിപുലീകരിക്കാൻ, അഭിവൃദ്ധിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നില സ്വീകരിക്കുന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കാർഷിക നയം തന്നെ. ഇവിടെ ഇന്നത്തെ ദിവസം
1200 മലയാള വർഷം ചിങ്ങം 1 എന്ന പ്രത്യേകത കൂടിയുള്ളത്. നേരത്തെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയ വയനാട്ടിലെ നമ്മുടെ സഹജീവികൾ 400-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കുറേ അധികം ആളുകൾ ഇപ്പോഴും മണ്ണിൽ അകപ്പെട്ട് കിടക്കുകയാണ്. പ്രതിബന്ധങ്ങളെ, ദുരന്തങ്ങളെ ജനകീയമായി ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിജീവിച്ച ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം. ആ മാനവ സ്നേഹം, സാഹോദര്യം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN ജെസി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KN പത്മാവതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V പ്രമീള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൻ ജേക്കബ്, P സാജിദ്, കാർഷിക വികസന സമിതി പ്രതിനിധി MN മുരളീധരൻ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സന്തോഷ് കുമാർ, CDS ചെയർപേഴ്സൺ സ്മിത രജിത്ത്, കൃഷി ഓഫീസർ KR ജിതിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ചെമ്പേരി ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മലയോരത്തെ മികച്ച കർഷകനെ ആദരിച്ചു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ചെമ്പേരി ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മലയോരത്തെ മികച്ച കർഷകനെ ആദരിച്ചു. കേരള കാർഷിക സർവകലാശാല അവാർഡ് ജേതാവും മലയോര മേഖലയിലെ മികച്ച കർഷകനുമായ ബേബി താന്നിക്കക്കുഴിയെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വൈസർ ബിജു പോണ്ടാനത്ത്, ജെയ്സൺ നെല്ലിക്കത്തടത്തിൽ, അനീഷ് തോണക്കര, റോയ് മുണ്ടയ്ക്കൽ, ജോസ് റോയ്, സുജ, അനീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അറബി സെന്റ് ജോസഫ് UP സ്കൂളിൽ കർഷക ദിനം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെസി ഉദ്ഘാടനം ചെയ്തു. അറബി സെന്റ് ജോസഫ് UP സ്കൂളിൽ കർഷക ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി. സ്കൂൾ ഹെഡ് മിസ്റ്റർ ജെസി ഉദ്ഘാടനം ചെയ്തു. കർഷകനായ ചാക്കോ പുത്തപ്പുരക്കലിനെ ആദരിച്ചു. കൊച്ചുതുമ്പിയും പാളത്തൊപ്പിയും ധരിച്ചെത്തിയ കുട്ടി കർഷകർ കർഷക നൃത്തം നടത്തിയത് വേറിട്ട കാഴ്ചയായി മാറി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പുരോഗമന കലാസാഹിത്യ സംഘം ഇരട്ടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർഗമേള കലാസംഗമവും രചനാ മത്സര വിജയികൾക്കുള്ള അനുമോദനവും മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം ഇരട്ടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർഗമേള കലാസംഗമവും രചനാ മത്സര വിജയികൾക്കുള്ള അനുമോദനവും മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ഇരട്ടി വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പുകസ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K ജയദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചാരിവെക്കാൻ നമ്മൾ അല്ലെങ്കിൽ പൂട്ടിവെക്കാൻ നമ്മൾ മറന്നുപോയിരിക്കുന്നു. നാം വരാന്തയിലിരുന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പിൻവാതിൽ കടന്ന് ഫാസിസം നമ്മുടെ ഭക്ഷണപ്പുരയിലേക്കും കിടപ്പുമുറിയിലേക്കും ജീവിത രീതിയിലേക്കും ഒരു സമഗ്രാധിപത്യ പ്രവണതയായി കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഫാസിസം ചെയ്യുന്നത് മനുഷ്യൻ എന്ന സങ്കല്പത്തെ ചുരുക്കി കാണുകയും ആ ചുരുങ്ങിയ മനുഷ്യ സങ്കല്പത്തെ കൂടുതൽ കൂടുതൽ ദൃഢീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഫാസിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇന്ത്യയിലാണ് ഈ അക്രമങ്ങളും ബലാത്സംഗങ്ങളും കുറ്റകൃത്യങ്ങളും നടക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു, പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഇന്ത്യയും ഭാരതവും തമ്മിൽ വിവച്ഛേദിച്ചു പറയുന്ന രണ്ട് സംജ്ഞകളായി മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് അതിർരേഖകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഫാസിസം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇരട്ടി നഗരസഭാ കൗൺസിലർ K നന്ദനൻ മത്സര വിജയികൾക്കുള്ള അനുമോദനം നൽകി. പുകസ ഇരട്ടി മേഖലാ പ്രസിഡന്റ് ഷാജു പാറക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനോജ് അതിത്തട്ട്, മുസ്തഫ കീത്തേടത്ത്, ചിത്രകാരൻ ശ്രീനിവാസൻ മാസ്റ്റർ എടക്കാനം, അബു ഉവാപ്പള്ളി, ഷാജി ചാവശ്ശേരി, പ്രദീപൻ മാസ്റ്റർ, ബാബു C കീഴൂർ, രതീഷ് ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. എരുവേശി ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. MLA അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എരുവേശി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണ പരിപാടി നടത്തി. MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച 17 കർഷകരെ ആദരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അശോക് കുമാർ, വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷൈല ജോയ്, മോഹനൻ മൂത്തേടത്ത്, പൗളിൻ തോമസ്, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ്, വാർഡ് മെമ്പർ രാധാമണി, CDS ചെയർപേഴ്സൺ സൂസമ്മ,
എരിവേശി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ പി ജോർജ്, സീനിയർ കൃഷി അസിസ്റ്റന്റ് സുനിത മോൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസ് പരത്തനാൽ, കെ പി ദിലീപ്, കെ ശ്രീനിവാസൻ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഉദയൻ ഇടശ്ശേരി ആദരിക്കുന്ന കർഷകരെ പരിചയപ്പെടുത്തി. SMAM പദ്ധതിയിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. നവജ്യോതി ഇംഫാം തെങ്ങിൻ തൈ നഴ്സറി ആദരിക്കപ്പെട്ട കർഷകർക്ക് കൈമാറി. JJ അഗ്രോ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് കുടകളും സമ്മാനിച്ചു. തുടർന്ന് ഇരിക്കൂർ ബ്ലോക്ക് ടെക്നിക്കൽ മാനേജർ അഞ്ജു കൃഷ്ണ മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ആലം കുടുംബശ്രീ CDS എടൂരിൽ ബാബൂസ് പെട്ടിക്കടയുടെ ഉദ്ഘാടനം ആലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് നിർവഹിച്ചു. കേരള സർക്കാരിന്റെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി ഉർജീവനം ക്യാമ്പയിന്റെ ഭാഗമായി ആറളം കുടുംബശ്രീ CDS എടൂരിൽ ബാബൂസ് പെട്ടിക്കട തുടങ്ങി. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ സാധൂകരിക്കുകയാണ്. നമുക്കറിയാവുന്ന ചിങ്ങമാസം 1-ാം തീയതിയാണ്. തുടർന്ന് അങ്ങോട്ട് ഇവിടെ നല്ലൊരു സ്പേസുള്ള സ്ഥലമാണ്. എടൂർ എന്ന് പറയുമ്പോൾ തരക്കോ ടൗൺ വിട്ട് കുറച്ച് താഴെയാണ്. ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഒരു പെട്ടിക്കട എന്ന് പറഞ്ഞ് നല്ലൊരു കച്ചവടം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ബാബുവേട്ടന് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇതിൽ നിന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തരെയും സമൂഹത്തിനകത്തെ ഓരോരുത്തരെയും അതിദരിദ്രരായിട്ട് ഓരോരുത്തരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തമായി ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുക എന്നതാണ് നാം ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ CDS 50,000 രൂപയാണ് CDS കണ്ടെത്തിയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ADS 25,000 രൂപയോളം 30,000 രൂപയോളം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ CDS നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CDS ചെയർപേഴ്സൺ സുമാ ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ റൂബി കുര്യൻ, പഞ്ചായത്ത് അംഗം ജോസ് അന്ത്യാംകുളം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സ ജോസ്, വാർഡ് പ്രതിനിധി ലവ്ലി സജി, ബ്ലോക്ക് കോർഡിനേറ്റർ K അശ്വതി, അപർണ, സരിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ കിഡ്സിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽസിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ സീസണിൽ ഇമ്മാനുവൽ സിൽസ് ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 1 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച കളക്ഷനുകളാണ് ഈ കാലയളവിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നിരവധി കോംബോ ഓഫറുകളും സിംഗിൾ വാല്യൂ ഓഫറുകളും ഇതിൽപ്പെടുന്നു. എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനിലുമാണ് വസ്ത്രവിസ്മയങ്ങൾ ഒരുക്കുന്നത്. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലേസുകൾ സമ്മാനമായി നൽകുന്നു. കൂടാതെ ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഫ്രിജറേറ്റർ സൗജന്യമായി നൽകുന്നു. 75,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് വാഷിംഗ് മെഷീനും, 50,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് LED TVയും, 25,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് മിക്സി എന്നിവയും സമ്മാനമായി നൽകുന്നു. ഇരട്ടി ഷോറൂമിൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത നിർവഹിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ഇതോടെ സെപ്റ്റംബർ 17 വരെ 1 മാസം കാലം നീണ്ടു നിൽക്കുന്ന ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിനാണ് തുടക്കമായത്. പുതിയ ഓഫറോടുകൂടിയുള്ള മെഗാ സെയിൽ ഓഫർ ഇന്നിവിടെ ഈ ചിങ്ങം 1-ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ മലയാള മാസത്തിന്റെ 1-ാം തീയതി ആണെന്നുള്ളത് മാത്രമല്ല 1200-ാം വർഷം ആരംഭിക്കുന്ന നൂറ്റാണ്ടിന്റെ തുടക്കം കൂടിയാണ്. ഇരട്ടി കൈരാതിക്കിരാത ക്ഷേത്ര സന്നിധിയിൽ ആദരണ സഭയും സംസംഗവും നടത്തി. KK ചൂളിയാട് മാസ്റ്റർ സ്മാരക ട്രസ്റ്റും ഇരട്ടി കൈരാതികിരാത ക്ഷേത്ര സമിതിയും ചേർന്ന് നടത്തിയ ആദരണ സഭയും സത്സംഗവും കൈരാതികിരാത ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. ക്ഷേത്രം രക്ഷാധികാരി P കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മിക പ്രഭാഷകൻ PS മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന്റെ ഭാഗമായി നാം നിർവഹിക്കേണ്ട 2ാമത്തെ ഘട്ടമാണ്. 2ാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ 5ആണ്. 5 ഘടകങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 ഘടകങ്ങൾ ചേരുന്നതാണ്. ഈ 5 ഘടകങ്ങളെയും അവയുടെ പ്രതീകങ്ങളെ കൊണ്ട്, ഭൂമിയുടെ പ്രതീകമായ ചന്ദനം തൊട്ട് ആകാശത്തിന്റെ പ്രതീകമായ പുഷ്പം വരെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരാർപ്പണമാക്കുകയും മനസ്സിനെ നിവേദ്യമായി അർപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ശ്രീകോവിലിനുള്ളിൽ ശാന്തിക്ക പ്രദക്ഷിണ നമസ്കാരാദികളൊക്കെ ചെയ്ത് ആ ശ്രീകോവിലിൽ പൂജ ചെയ്ത് ആ പൂജയുടെ പ്രസാദം സ്വീകരിച്ച്
ഭൂമിയുടെ പ്രതീകമായ ചന്ദനം തൊടുന്നത് തൊട്ട് ആകാശത്തിന്റെ പ്രതീകമായ ദേവതാ ശരീരികളായിത്തീരുന്നു. ഇത് മൂന്നാമത്തെ പൂജ, ക്ഷേത്ര ദർശനത്തിന്റെ മൂന്നാം എന്ന പൂജ. അതത് ക്ഷേത്ര പ്രദക്ഷിണം അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അകത്ത് നിർവഹിക്കേണ്ട ചടങ്ങുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ പൊതുവായ കാര്യമാണ് പറഞ്ഞത്. ഏകം വിനായകം കുര്യാത് ദ്വയസൂര്യ 3 പ്രദക്ഷിണം. ശിവക്ഷേത്രങ്ങളിൽ സവ്യാപസവ്യമായ വടക്കോശത്തെ ഓവരെ പോയി തിരിച്ചു വരുന്ന പ്രദക്ഷിണ രീതി, ദേവദക്ഷിണ നമസ്കാരം, പ്രദക്ഷിണമേ ഇല്ലാത്ത ക്ഷേത്രങ്ങളും ഉണ്ടാകും. അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ പ്രദക്ഷിണ നമസ്കാരാദികളൊക്കെ ചെയ്ത് പ്രസാമത്തെ ഘട്ടമായി, മൂന്നാമത്തെ ഘടകമായി വിജ്യ എന്ന ക്ഷേത്രപൂജ. ജന്മഭൂമി മുൻ റെസിഡൻസ് എഡിറ്റർ എ ദാമോദരൻ, ക്ഷേത്ര മേൽശാന്തി രാകേഷ് നമ്പൂതിരി, കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, എൻ ചന്ദ്രൻ, അനിൽകുമാർ തലശ്ശേരി, ക്ഷേത്രം പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ, എ കൃഷ്ണൻ നായാട്ടുപാറ, നാരായണൻ വികാസ് നഗർ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരശ്ലോക സമിതി അംഗങ്ങൾ, കീച്ചേരി മഹാവിഷ്ണു ക്ഷേത്ര സമിതി അംഗങ്ങൾ, കീച്ചേരി കൈരാതികിരാത ക്ഷേത്രം മാതൃസമിതി അംഗങ്ങൾ, രാമായണ പാരായണ മത്സര വിജയികൾ എന്നീ ടീമുകളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വിപണി. ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 230, പേരാവൂർ 230, കൊട്ടിയൂർ 232. റബ്ബർ ലോട്ട് കിലോയ്ക്ക് ഇരിട്ടി 210, പേരാവൂർ 220, കൊട്ടിയൂർ 222. ഒട്ടുപാൽ കിലോയ്ക്ക് ഇരിട്ടി 130, പേരാവൂർ 130, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 620, കൊട്ടിയൂർ 615. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6670 രൂപ, വെള്ളി 10 ഗ്രാമിന് 850 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിങ്ങം 1 കർഷക ദിനം നാടെങ്ങും സമുചിതമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ പതാക താഴ്ത്തിക്കെട്ടുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച ഫാദർ ഷിൻസ് കുടിലിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.